ഹായ് ഓൾ. എൻട്രിയുടെ 4th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള റീലോഞ്ച് കണ്ടക്ട് ചെയ്യുന്നവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 2025 ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാവുന്ന എക്സാംസുകൾ ഏതെല്ലാമാണെന്നുള്ളത്. അപ്പോൾ ഈ എക്സാംസുകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം തന്നെയാണ്. കാര്യം RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇനി മുതൽ എല്ലാ വർഷങ്ങളിലും നടക്കാൻ പോവുകയാണ്. ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഇനി കേരള PSCയിലേക്ക് വരുന്ന സമയത്ത് 2025 നിർബന്ധമായിട്ട് നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എന്ന് പറയുന്ന പോസ്റ്റ്. തീർച്ചയായിട്ടും 2025 ആദ്യ പാദത്തിൽ തന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ ഞാൻ കൺഫേം ആയിട്ടുള്ള എക്സാംസുകളാണ് നിങ്ങളുമായിട്ട് ആദ്യം ഷെയർ ചെയ്യുന്നത്. അതേപോലെ വരാൻ സാധ്യതയുള്ള എക്സാംസുകളും നമുക്ക് അതിൻ്റെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് ആണ്. AE എക്സാംസ് എന്ന് പറയുന്നത് അത് PWDയിലും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലും കേരള വാട്ടർ അതോറിറ്റിയിലും നിങ്ങൾക്ക് AE ലെവൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഈ 3 എക്സാംസുകൾ 100% കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും 2025 എന്ന കാര്യം മനസ്സിലാക്കുക. ദെൻ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിലുള്ള ലിസ്റ്റിലുള്ള ഒരുപാട് എക്സാംസുകളുണ്ട്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതിൻ്റെ ലിസ്റ്റ് ഈ 2025 2 വർഷം പൂർത്തിയാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, അതായത് ലിസ്റ്റ് ഒരു 2 വർഷമൊക്കെ ആകുന്ന സമയത്ത് പുതിയ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്നത് ഒരു പുതിയ ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ IOൻ്റെ കേസിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ എക്സ്പയർഡ് ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 2025 അതിൻ്റെ എക്സാമും കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഫാസ്റ്റായിട്ട് PSC ഇത് മൂവ് ചെയ്തിട്ടുള്ളത്? PSCയുടെ പുതിയ ട്രെൻഡ് ആ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അത് തന്നെയാണ് 2025 നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഞാനിത് 100% 2025 വരും എന്ന് ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല. ബിക്കോസ് അത് തീർച്ചയായിട്ടും PSCയുടെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. നല്ല സാധ്യതയുള്ള ഒരു പോസ്റ്റിനാണ്. ദെൻ തീർച്ചയായിട്ടും KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2025 വരാൻ ഒരു സാധ്യതയില്ല. കാരണം റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഒരു 2 വർഷത്തിന് ശേഷമായിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ എക്സാംസ് കൺഫേം ആയിട്ടുള്ള എക്സാംസുകളിൽ RRB ഉണ്ട്, അതേപോലെ തന്നെ IO എക്സാം ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇപ്പോൾ തന്നെ 3 ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പിന്നെ ഒട്ടനവധി ഇലക്ട്രീഷ്യൻ എക്സാംസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇനി മുതൽ വർഷത്തിൽ നടത്തുകയാണ്. സോ അതും നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പാരിറ്റീവ്ലി RRB ജെയുടെ അത്രത്തോളം വേക്കൻസി ഇല്ല. പക്ഷേ നമ്മൾ വേക്കൻസി നോക്കിയിട്ടല്ലല്ലോ പഠിക്കുന്നത്. നമ്മൾ വിജയിക്കുക എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനിൽ തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അത് ക്രാക്ക് ചെയ്തെടുക്കാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സും ഏറ്റവും മികച്ച മെൻറ്റർഷിപ്പും നല്ല കോഴ്സും നല്ല മോക്ക് ടെസ്റ്റും നല്ല റിവിഷൻ സീരീസുമാണ് നിങ്ങൾക്ക് ആവശ്യം. സോ ഇവിടെയാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു റീലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ഓഫേഴ്സിൽ ഏറ്റവും മികച്ച ഡിസ്കൗണ്ടോട് കൂടിയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ വർഷമായിരിക്കണം. നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ചൊരു ജോബിലേക്ക് എത്താൻ ഈ ഒരു വർഷം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.